السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. نعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون وأن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل فتفرق بكم عن سبيلكم ذلكم وصاكم به لعلكم تتقون. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, ഈ ശബ്ദം അടുത്തു നിന്നും അകലെ നിന്നും കേട്ടുകൊണ്ടിരിക്കുന്ന നല്ലവരായ ശ്രോതാക്കളെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ അവൻ്റെ ദീനുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുന്ന ഒരു സദസ്സിലും സന്ദർഭത്തിലുമാണ് നാം ഓരോരുത്തരും ഒത്തുചേർന്നിട്ടുള്ളത്. ആമുഖ ഭാഷണത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഫെബ്രുവരി 10-11 ദിവസങ്ങളിലായി മലപ്പുറത്ത് വെച്ച് കേരള യൂത്ത് കോൺഫറൻസ് എന്ന പേരിൽ യുവാക്കളെ പ്രത്യേകം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള മഹത്തായ ഒരു സമ്മേളനം നടക്കാനിരിക്കുകയാണ്. പ്രസ്തുത സമ്മേളനത്തിന്റെ പ്രചരണം ലക്ഷ്യം വെച്ചുകൊണ്ട് നാം സംഘടിപ്പിച്ചിട്ടുള്ള തസ്ഫിയ ആദർശ സമ്മേളനത്തിലാണ് നമ്മളുള്ളത്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അനേകമായിരം സൃഷ്ടികളിൽ ധാരാളം പ്രത്യേകതകൾ നൽകി ആദരിച്ചിട്ടുള്ള വിഭാഗമാണ് മനുഷ്യരായ നമ്മൾ. മനുഷ്യന് നൽകപ്പെട്ടിട്ടുള്ള ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് അവൻ പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 100 വർഷം മുമ്പ് സ്വീകരിച്ചിരുന്ന വാഹന സൗകര്യങ്ങളോ പാർപ്പിട സൗകര്യങ്ങളോ അല്ല ഇപ്പോൾ മനുഷ്യർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഒരുപക്ഷെ ധാരാളം പുരോഗതികൾ അവന്റെ ബുദ്ധി ഉപയോഗിച്ച് അവന് കണ്ടെത്താൻ സാധിക്കും. എന്തിനാണ് ഇതര സൃഷ്ടികളിൽ നിന്ന് വ്യത്യസ്തമായി ബുദ്ധിയും വിവേകവും ഒക്കെ നൽകപ്പെട്ടുകൊണ്ട് മനുഷ്യരെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന്
നാം ഓരോരുത്തരും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? മൃഗങ്ങളെപ്പോലെ, ജന്തുക്കളെപ്പോലെ കേവലം ജീവിച്ച് ചത്തൊടുങ്ങുന്ന, മരിച്ചു പോകുന്ന ഒരു വിഭാഗമായി മനുഷ്യർ മാറാൻ പറ്റുമോ? അതല്ല, മനുഷ്യ ജീവിതത്തിന് പിന്നിൽ കൃത്യമായ ലക്ഷ്യമുണ്ടോ? വളരെ ഗൗരവമായി നമ്മൾ ചർച്ച ചെയ്യേണ്ടുന്ന കാര്യമാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ചു പറയുന്ന കാര്യമാണ്, ആകാശങ്ങളെയോ ഭൂമിയെയോ അതിന്റെ രണ്ടിനും ഇടയിലുള്ളതിനെയോ ഒരു കളിച്ചിരി തമാശയായി വെറുതെ സൃഷ്ടിച്ചതല്ല എന്ന കാര്യം. വമാ ഖലഖനസ് സമാഅ വൽ അർള വമാ ബൈനഹുമാ ലാഇബീൻ. ആകാശങ്ങളെയോ ഭൂമിയെയോ അതിന്റെ രണ്ടിനും ഇടയിലുള്ള ജീവജാലങ്ങളെയോ നാം വെറുതെ സൃഷ്ടിച്ചതല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ അറിയിക്കുകയാണ്. സഹോദരങ്ങളെ, എല്ലാ സൃഷ്ടികളെയും കൃത്യമായ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ളതെങ്കിൽ മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? ആ ലക്ഷ്യം പൂർത്തിയാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട ചോദ്യമാണ്. വിശുദ്ധ ഖുർആനിൽ 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂനിലെ 115-ാമത്തെ ആയത്തിലൂടെ നമ്മോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. മനുഷ്യരെ, നിങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ത് എന്നാണ് ആ ആയത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത്. അള്ളാഹു ചോദിക്കുകയാണ്, അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസാ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. അള്ളാഹുവിന്റെ ചോദ്യമാണ്, അഫഹസിബ്തും, മനുഷ്യരെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ, അന്നമാ ഖലഖനാകും അബസാ, നിങ്ങളെ നാം വെറുതെ സൃഷ്ടിച്ചതാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, നിങ്ങളൊന്നും നമ്മിലേക്ക് മടങ്ങി വരില്ലെന്ന് വിചാരിക്കുന്നുണ്ടോ? രണ്ട് ചോദ്യമാണ് സഹോദരങ്ങളെ അതിലുള്ളത്. ഒന്ന്, നിങ്ങളെയൊക്കെ വെറുതെ അങ്ങ് സൃഷ്ടിച്ചു പറഞ്ഞയച്ചതാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ചിരിച്ചും കളിച്ചും തമാശകൾ പറഞ്ഞും വിനോദങ്ങളിലും വിവാദങ്ങളിലും മുഴുകിയും ജീവിതം അങ്ങ് ഹോമിച്ചു കളയാമെന്ന്, തുലച്ചു കളയാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? രണ്ടാമത്തെ ചോദ്യം എന്താ? വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, നിങ്ങളൊന്നും നമ്മിലേക്ക് മടങ്ങി വരില്ലെന്ന് വിചാരിക്കുന്നുണ്ടോ? അള്ളാഹ് ചോദിക്കാണ്, നിങ്ങളൊക്കെ എവിടെ പോയാലും എൻ്റെ അടുത്തേക്ക് തിരിച്ചു വരൂല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സഹോദരങ്ങളെ, ഇതിന് രണ്ടിനുമുള്ള ഉത്തരം എന്താണ്? നമ്മെ അള്ളാഹു വെറുതെ സൃഷ്ടിച്ചതല്ല, അങ്ങനെ വെറുതെ സൃഷ്ടിച്ചതാണെന്ന് നാം വിചാരിക്കുന്നില്ല. അള്ളാഹുവിലേക്ക് മടങ്ങി വരുമെന്ന് നാം വിശ്വസിക്കുന്നുണ്ട്. അള്ളാഹുവിലേക്ക് തിരിച്ചു പോകേണ്ടവരാണ് ഞാനും നിങ്ങളും. ആ തിരിച്ചു പോക്ക് സന്തോഷകരമായി തീരണം. അള്ളാഹുവിൽ നിന്ന് വന്ന നമ്മൾ, മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട നമ്മൾ മണ്ണിലേക്ക് തന്നെ തിരിച്ചു പോകുമ്പോ, പിന്നീട് റബ്ബിങ്കിലേക്ക് യാത്ര പോകുമ്പോ സന്തോഷത്തോടെ യാത്ര പോകാൻ നമുക്ക് കഴിയണം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. വിശുദ്ധ ഖുർആനിൽ ആ തിരിച്ചു യാത്രയെക്കുറിച്ച്, ആ മടക്കയാത്രയെക്കുറിച്ച്, റബ്ബിലേക്ക് തന്നെ തിരിച്ചു പോകുന്ന ആ ദിവസത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിയപ്പോൾ പറഞ്ഞത് എന്താണ്? വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. വത്തഖൂ യൗമ, ഒരു ദിവസത്തെ നിങ്ങൾ ഭയപ്പെട്ടോ, ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിച്ചോ. തുർജഊന ഫീഹി ഇലല്ലാഹ്, ആ ദിവസം നിങ്ങൾ റബ്ബിലേക്ക് മടക്കപ്പെടുന്ന ദിവസമാണ്. സഹോദരങ്ങളെ, നമ്മൾ അള്ളാഹുവിലേക്ക് തന്നെ മടക്കപ്പെടുന്ന, തിരിച്ചു പോകുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസം വിജയിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നാണ്. അതിന് സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ചില മാർഗങ്ങളുണ്ട്. ഇഹലോകത്തെ പാടേ മറന്ന് ഒരു പരലോക ജീവിയായി ജീവിക്കണം എന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ല. പരലോകത്ത് സ്വർഗം നഷ്ടപ്പെടുത്താത്ത വിധം ഇഹലോകത്ത് സൗകര്യം ആസ്വദിച്ച് അനുഭവിച്ച് ജീവിച്ചോ എന്നാണ് ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ. അല്ലാഹു പറയാണ്, വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ, അല്ലാഹു നിനക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള പരലോകത്തെ നീ ആഗ്രഹിച്ചു കൊള്ളുക.
യഥാർത്ഥ ലക്ഷ്യം, പ്രധാന ലക്ഷ്യം, മുഖ്യ അജണ്ട പരലോകത്തെ വിജയമായിരിക്കണം. എന്നിട്ട് അല്ലാഹ് പറഞ്ഞു, വലാ തൻസ നസീബക മിനദ് ദുനിയാ, ദുനിയാവിലെ നിന്റെ ഓഹരി നീ മറന്നു പോവുകയും വേണ്ട. എത്ര കൃത്യ സഹോദരങ്ങളെ ഇസ്ലാമിന്റെ അധ്യാപനം. ഇഹലോകത്ത് നിനക്ക് അല്ലാഹ് തയ്യാറാക്കി വെച്ചിട്ടുള്ള ഒരു ഓഹരിയും നീ മറക്കണ്ട. പക്ഷേ നിന്റെ യഥാർത്ഥ ലക്ഷ്യം, മുഖ്യ ലക്ഷ്യം, പ്രധാന അജണ്ട അത് പരലോകത്ത് വിജയമായിരിക്കണം എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. എന്തിനാ അങ്ങനെ പറയാൻ കാരണം? പരലോകത്തെ തട്ടിച്ചു നോക്കുമ്പോൾ ഇഹലോകം തുലവും തുച്ഛമാണ്. വളരെ കുറഞ്ഞ ഒരു കാലയളവാണ് ഇഹലോക ജീവിതത്തിൽ നാം ജീവിക്കുന്നത്. വിശുദ്ധ ഖുർആൻ തന്നെ ആ കാര്യം നമുക്ക് പഠിപ്പിച്ചു തന്നു. ഖുൽ നബിയെ അങ്ങ് പറയണം, മതാഉദ് ദുനിയാ ഖലീൽ, ഐഹിക ജീവിതത്തിന്റെ വിഭവം വളരെ ചുരുങ്ങിയതാണ്, കുറഞ്ഞതാണ്. പരലോകമാണ് ഖൈറുൽ ലിമൻ ഇത്തഖാ, അതാണ് ഏറ്റവും സൂക്ഷ്മത പുലർത്തുന്നവർക്ക് നല്ല ഇടം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്തെക്കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതിന്റെ ഒരു നിസാരത, ദുനിയാവിന്റെ ഒരു നിസാരതയും പാരത്രിക ലോകത്തിന്റെ ഒരു വിശാലതയും മനസ്സിലാക്കാൻ ഒരൊറ്റ ഉദാഹരണം മതിയാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൗദുഉ സൗത്തിൻ ഫിൽ ജന്ന ഖൈറും മിനദ് ദുനിയാ വമാ ഫീഹാ, സ്വർഗ്ഗത്തിൽ ഒരു ചാട്ടവാർ വെക്കാൻ കിട്ടുന്ന സ്ഥലം ഈ ദുനിയാവും അതിലുള്ളത് മുഴുവനും കിട്ടുന്നതിനേക്കാളും ഖൈറായിരിക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. സഹോദരങ്ങളെ, അതുകൊണ്ട് ഈ ഇഹലോക ജീവിതം, നൈമിഷികമായ എപ്പോഴും നശിക്കാൻ സാധ്യതയുള്ള ഈ ഐഹിക ജീവിതത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, പരലോക ജീവിതം വരാനുണ്ട്, അവിടെ എനിക്ക് വിജയിക്കണം, അതിനാവശ്യമായ കാര്യങ്ങൾ ഞാൻ ചെയ്യണം എന്ന ബോധത്തോടെ ആയിരിക്കണം ഇഹലോക ജീവിതത്തിൽ നാം ജീവിക്കേണ്ടത്. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, ഇഅ്ലമൂ, മനുഷ്യരെ നിങ്ങൾ അറിഞ്ഞിരിക്കണം, അന്നമൽ ഹയാത്തുദ് ദുനിയാ ലഇബും വലഹുവും വസീന. എന്താ അല്ലാഹ് പറഞ്ഞത്? അന്നമൽ ഹയാത്തുദ് ദുനിയാ, ഈ ദുനിയാവിലെ ജീവിതമുണ്ടല്ലോ, ലഇബുൻ ഒരു കളിയാണ്, വലഹുവുൻ ഒരു വിനോദമാണ്, വസീനത്തുൻ ഒരു അലങ്കാരമാണ്, പരസ്പരം ദുരഭിമാനം നടിക്കലാണ്, പെരുമ നടിക്കലാണ്. അതൊക്കെ ഇങ്ങനെ തട്ടിമുട്ടി ഒരു 60, 70, ഒരു 80, ഒരു മാക്സിമം ഒരു 100, 110 വയസ്സ് വരെ ജീവിച്ചാൽ അതങ്ങ് കഴിഞ്ഞു. പിന്നെ മരണത്തെ ആസ്വദിക്കണം. മരണത്തിന് മുന്നിൽ പ്രായവും ആണും പെണ്ണും എന്ന വേർതിരിവ് ഒന്നുമില്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഒരുപക്ഷെ നമ്മളൊക്കെ പലതവണ കേൾക്കുകയും പറയുകയും ഓതുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആയത്താണ് വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം സൂറത്ത് ആലി ഇംറാനിലെ 185-ാമത്തെ വചനം. എന്താണ് ആ വചനത്തിൽ അല്ലാഹു പറയുന്നത്? കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, ഓരോ ആത്മാവും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യും. മരണത്തിന് രുചി എന്തെന്ന് ഓരോരുത്തരും അറിയും. സഹോദരങ്ങളെ, അത് പല രൂപത്തിലും കോലത്തിലും നമ്മളിലേക്ക് കടന്നു വരും. എപ്പോഴും ആയേക്കാം നമ്മുടെ മരണം. ഏതായിരുന്നാലും മരിക്കുമെന്നതിൽ ഒരാൾക്കും തർക്കമില്ല. ഒരാളും ഞാൻ എന്നൊന്നും ജീവിച്ചിരിക്കുമെന്ന് ഇവിടെ വാദിച്ചിട്ടില്ല, അങ്ങനെ പ്രഖ്യാപിച്ചിട്ടില്ല. അല്ലാഹ് പറയുകയാണ്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ, അന്ത്യനാളിലാണ് നിങ്ങളുടെ കർമ്മങ്ങളുടെ പരിപൂർണ്ണ പ്രതിഫലം നൽകപ്പെടുക. എന്നിട്ട് അല്ലാഹ് പറയാണ്, ഫമൻ സുഖ്സിഅ അനിന്നാർ വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഖുറൂർ. അന്ന് വിചാരണ ചെയ്യപ്പെട്ട് കർമ്മങ്ങൾ രേഖപ്പെടുത്തിയ രേഖ വലത് കൈയിലോ ഇടത് കൈയിലോ നൽകപ്പെട്ടിട്ട് സ്വർഗനരകം തീരുമാനിക്കപ്പെടുമ്പോൾ, ഫമൻ സുഖ്സിഅ അനിന്നാർ, നരകത്തിൽ നിന്ന് ആർ രക്ഷപ്പെടുന്നുവോ, വഉദ്ഖിലൽ ജന്ന, സ്വർഗത്തിൽ ആര് പ്രവേശിക്കപ്പെടുന്നുവോ, ഫഖദ് ഫാസ്, അവൻ വിജയിച്ചിരിക്കുന്നു. ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ അല്ലാഹ് പറയാണ്, വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഖുറൂർ. ഭൗതിക ജീവിതം എന്ന് പറഞ്ഞാൽ വഞ്ചനയുടെ ചരക്കാണ്, കബളിപ്പിക്കുന്ന വിഭവമാണ്, കബളിപ്പിക്കുന്ന ഒരു വിഭവമാണ്, വഞ്ചനയുടെ ചരക്കാണ് ഈ ദുനിയാവ്. ഇതിന്റെ പിന്നാലെ മാത്രം ഓടിപ്പാഞ്ഞ് സമയം ചിലവഴിച്ച് പരലോകത്തെ മറക്കല്ലേ എന്ന് വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ആ മരണം അത് എപ്പോഴാണ് വരിക എന്ന് നമുക്ക് പറയാൻ കഴിയുകയില്ല. നാളെ എന്ത് സംഭവിക്കും, നാളെ എവിടെ വെച്ച് മരിക്കും, പറയാൻ സാധ്യമല്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രി നഫ്സും ബിഅയ്യി അർളിൻ തമൂത്.
വിശുദ്ധ ഖുർആനിന്റെ 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാനിലെ അവസാനത്തെ വാചകമാണ്, 34-ാമത്തെ വചനമാണ്. വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദാ. നാളെ എന്താണ് സമ്പാദിക്കുക എന്ന് ഒരാൾക്കും പറയാൻ സാധ്യമല്ല. വമാ തദ്രീ നഫ്സും ബിഅയ്യി അർളിൻ തമൂത്. നാളെ എവിടെ വെച്ചാണ്, ഏത് ഭൂമിയിലാണ്, ഭൂമിയുടെ ഏത് കോണിലാണ് മരിക്കുക എന്നും ഒരാൾക്കും പറയുക സാധ്യമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് പറഞ്ഞത് എന്താണെന്നറിയോ? ഒരു ആത്മാവിനെ ഇന്ന സ്ഥലത്ത് വെച്ച് പിടിക്കണം എന്ന് അള്ളാഹ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവിടേക്ക് ജഅലഹു ഫീഹാ ഹാജ, അവിടേക്ക് അവന് ഒരു ആവശ്യം ഉണ്ടാക്കി കൊടുക്കും എന്ന് പറഞ്ഞാൽ ഈ പ്രദേശത്ത് എവിടെയെങ്കിലും വെച്ച് മരിക്കാൻ തീരുമാനിക്കപ്പെട്ട ഒരാളാണ് ഞാനെങ്കിൽ, ഇന്നോ ഈ ഏതെങ്കിലും കുറച്ച് സമയം കഴിഞ്ഞിട്ടോ ആണ് എന്റെ മരണം തീരുമാനിച്ചിട്ടുള്ളതെങ്കിൽ ഞാൻ ഇവിടെ ഒരു പ്രഭാഷണത്തിന് മാത്രം വന്നതല്ല, അത് അള്ളാഹു ഒരു കാരണം ഉണ്ടാക്കി തന്നതാണ്. അള്ളാഹ് പറയാ, റസൂലുള്ള പഠിപ്പിക്കുക, ജഅലഹു ഫീഹാ ഹാജ, അവിടെ അള്ളാഹു അവന് ഒരു ആവശ്യം ഉണ്ടാക്കി കൊടുക്കും. ആ ആവശ്യത്തിന് വരും, അള്ളാഹ് നിശ്ചയിച്ച സമയത്ത് നിശ്ചയിച്ച സ്ഥലത്ത് വെച്ച് മരണം പിടികൂടും. എവിടെ പോയി ഒളിച്ചാലും മരണം പിടികൂടുക തന്നെ ചെയ്യും. അള്ളാഹു പറയാണ്, ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത്. വിശുദ്ധ ഖുർആനിന്റെ 4-ാം അധ്യായം സൂറത്തുൻ നിസായിലെ 78-ാമത്തെ ആയത്താണ്. ഐനമാ തകൂനു, നിങ്ങൾ എവിടെയായിരുന്നാലും യുദ്രിക്കുമുൽ മൗത്ത്, മരണം നിങ്ങളെ പിടികൂടും. വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ, ബലിഷ്ഠമായി കെട്ടിപ്പടുത്ത കൊട്ടാരത്തിനുള്ളിലാണെങ്കിലും കോട്ടക്കുള്ളിലാണെങ്കിലും മരണം പിടികൂടും. ചില ആളുകളെ കുറിച്ചൊക്കെ നമ്മൾ പറയും, മരിക്കാനായിട്ട് അങ്ങോട്ട് പോയി, മരിക്കാൻ തീരുമാനിച്ച സ്ഥലത്തേക്ക് സഹോദരങ്ങളെ നമ്മൾ എത്തും. ഒരു നിമിഷം പോലും മുന്തിക്കുകയോ പിന്തിക്കുകയോ ചെയ്യാതെ നമ്മെ മരണം പിടികൂടും. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലൻ യുഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. ഒരാളുടെയും മരണസമയം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരൽപ്പം പോലും അല്ലാഹു പിന്തിക്കുകയില്ല. അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് സൂക്ഷ്മമായി അറിയുന്നവനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ആയത്ത് അവസാനിപ്പിച്ചിട്ടുള്ളത്. മറ്റൊരു സ്ഥലത്ത് അള്ളാഹു പറയുകയാണ്, ഫഇദാ ജാഅ അജലുഹും, അവരുടെ അവധി അങ്ങ് വന്നെത്തിക്കഴിഞ്ഞാൽ ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ, ഒരു നാഴിക പോലും മുന്തിക്കുകയോ പിന്തിക്കുകയോ ചെയ്യുകയില്ല. സെക്കൻഡ് പോലും പഴക്കാതെ അള്ളാഹ് തീരുമാനിച്ച സമയത്ത് മരിച്ചു പോകേണ്ടവരാണ് പ്രിയമുള്ളവരെ ഞാനും നിങ്ങളും. ഏതുപോലെ നമ്മുടെ ജനന തീയതി നമുക്കറിയാം അല്ലേ? നമുക്ക് നമ്മുടെയൊക്കെ ജനന തീയതിയെ അറിയുകയുള്ളൂ എങ്കിൽ നമ്മുടെയൊക്കെ മക്കളുടെ എല്ലാം നമുക്കറിയും. ജനിച്ച വർഷവും ജനിച്ച മാസവും ജനിച്ച ദിവസവും, അതേത് ആഴ്ചയിൽ ഏത് ദിവസമായിരുന്നു എന്നും ഏത് ഹോസ്പിറ്റലിൽ വെച്ചായിരുന്നു എന്നും ഏത് മണിക്കൂറിലായിരുന്നു എന്നും ഏത് മിനിറ്റിലായിരുന്നു എന്നും പോലും ബർത്ത് സർട്ടിഫിക്കറ്റ് കറക്റ്റ് ആയിട്ടുണ്ടാവും. ഇതുപോലെ ഏതോ ഒരു വർഷത്തിലെ ഏതോ ഒരു മാസത്തിലെ ഏതോ ഒരു ആഴ്ചയിലെ ഏതോ ഒരു ദിവസത്തിലെ ഏതോ ഒരു മണിക്കൂറിന്റെ മിനിറ്റിന്റെ സെക്കൻഡിൽ പ്രിയമുള്ളവരെ എന്റെയും നിങ്ങളുടെയും മരണം വന്നെത്തും എന്ന ബോധം നമുക്കുണ്ടാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് ഇടയ്ക്കിടെ ആവർത്തിച്ചു പറഞ്ഞ ഒരു കാര്യമുണ്ട്, അക്സിറു ദിക്റ ഹാദിമിൽ ലസ്സാത്ത് യഅനി അൽ മൗത്ത്. അക്സിറു ദിക്റ ഹാദിമിൽ ലസ്സാത്ത്, സകല സന്തോഷങ്ങളെയും മുറിച്ചു കളയുന്ന മരണമില്ലേ, അതിനെക്കുറിച്ച് നിങ്ങൾ ധാരാളമായി ഓർക്കണം. ആ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുകയാണ്, അതുകൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് ഓരോരുത്തരും അവനവന്റെ മരണത്തെക്കുറിച്ച് ആലോചിക്കണം എന്നാണ്. മരണത്തെക്കുറിച്ച് ധാരാളമായി ഓർക്കണമെന്ന് പറഞ്ഞാൽ കുറെ മരണവാർത്തകൾ ഇങ്ങനെ കേൾക്കുക, അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കല്ല. അവനവന്റെ മരണത്തെക്കുറിച്ച്, ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ റബ്ബിലേക്ക് തിരിച്ചു പോകേണ്ടവരാണ്. എന്റെ വിശ്വാസം ശരിയാണോ? എന്റെ കർമ്മം ശരിയായിട്ടുണ്ടോ? എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യാൻ പറ്റാത്ത വല്ല കർമ്മങ്ങളും ചെയ്യുന്നുണ്ടോ എന്നിങ്ങനെ അവനവനെ പരിശോധിക്കാൻ വേണ്ടി എപ്പോഴും മരണത്തെക്കുറിച്ച് ധാരാളമായി ഓർക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് സ്വഹാബികളിൽ ചിലർ ചോദിച്ചു, ഫഅയ്യുൽ മുഅ്മിനീന അഖിയസ്, റസൂലേ, ഈമാനുള്ളവരിൽ മുഅ്മിനീങ്ങളിൽ ഏറ്റവും ബുദ്ധിയുള്ളവർ ആരാണ്? ബുദ്ധിയുള്ള വിശ്വാസികൾ ആരാണ്? റസൂലുള്ള പറയാണ്, അക്സറുഹും ലിദ്ദിക്രി മൗതാ അക്സറുഹും ലിൽ മൗതി ദിക്റാ അക്സറുഹും ലിൽ മൗതി ദിക്റാ, മരണത്തെക്കുറിച്ച് ധാരാളമായി ഓർക്കുന്നവർ.
റസൂലുള്ള പറയാണ് വഅഹ്സനുഹും ലിമാ ബഅദഹു ഇസ്തിഅദാദാ, മരണാനന്തരമുള്ള ജീവിതത്തിനു വേണ്ടി നന്നായി ഒരുങ്ങുന്നവർ. രണ്ട് കാര്യമാണ് ഇൻഷാ അല്ലാഹ്. അതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. നമ്മുടെ ആദർശം അത് നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ സുഹൃത്തുക്കളെ നമുക്ക് വിജയിക്കാൻ സാധിക്കുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബുദ്ധിമാന്മാരെ കുറിച്ച് പറഞ്ഞത് മരണത്തെ കുറിച്ച് ചിന്തിക്കും, മരണാനന്തരമുള്ള ജീവിതത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി അവർ അധ്വാനിക്കും. എന്തിനാ സഹോദരങ്ങളെ അള്ളാഹു മരണം സൃഷ്ടിച്ചത്? എന്തിനാണ് വീണ്ടും ഒരു ജീവിതം സംവിധാനിച്ചത്? എന്തിനാ സ്വർഗനരകങ്ങൾ? എന്തിനാ ഖബർ ജീവിതം? എന്തിനാണ് വിചാരണ? എന്തിനാണ് മീസാൻ? എന്തിനാണ് സിറാത്ത്? അല്ലാഹ് പറഞ്ഞു ഖുർആനിൽ, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമലാ. വല്ലാത്തൊരു വാചകമാണത്, നമ്മുടെ ഹൃദയത്തിൽ തട്ടേണ്ട വാചകമാണ്. അല്ലാഹ് പറയാണ് 67-ാം അധ്യായം സൂറത്തുൽ മുൽക്കിന്റെ 2-ാമത്തെ വചനമാണ്, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമലാ. അവൻ ജീവിതവും മരണവും സൃഷ്ടിച്ചവനാണ്. എന്തിനു വേണ്ടി? ലിയബ്ലുവകും, നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി, നിങ്ങളെ പരിശോധിക്കാൻ വേണ്ടി. അയ്യുക്കും അഹ്സനു അമലാ, നിങ്ങൾ ഏറ്റവും നല്ല കർമ്മങ്ങൾ ചെയ്യുന്നവനാരാണ്? നല്ല വിശ്വാസമുള്ളവൻ, നല്ല കർമ്മമുള്ളവൻ, നല്ല സ്വഭാവമുള്ളവൻ, ഭാര്യയോട് മാന്യമായി പെരുമാറുന്നവൻ, അയൽവാസിയെ ബഹുമാനിക്കുന്നവൻ, കുടുംബബന്ധം ചേർക്കുന്നവൻ, മാതാപിതാക്കളെ ആദരിക്കുന്നവർ, ജീവിതത്തിൽ നന്മകൾ ചെയ്യുന്നവരാരാ എന്ന് പരിശോധിക്കാനാണ് ജീവിതം തന്നത്, മരണം സംവിധാനിച്ചത്, മരണാനന്തരം ജീവിതമൊരുക്കിയത്, സ്വർഗനരകങ്ങൾ സംവിധാനിച്ചത് എന്ന് അല്ലാഹ് പറയുകയാണ്. സഹോദരങ്ങളെ, ആ സ്വർഗം നമുക്ക് കിട്ടണം. നമുക്ക് നഷ്ടപ്പെട്ട സ്വർഗം അമലുകൊണ്ട് നമ്മൾ തിരിച്ചു പിടിക്കണം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. സഹോദരങ്ങളെ, സ്വർഗത്തിലൊരു സൂത്രവാക്യമുണ്ട്. എന്താണെന്നറിയോ? സ്വർഗത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ പലതവണ 30-ലധികം ആയത്തുകളിൽ അള്ളാഹു ആവർത്തിച്ചു പറഞ്ഞൊരു സൂത്രവാക്യമുണ്ട്. അത് ഈമാൻ പ്ലസ് അമൽ സമം സ്വർഗം എന്ന സൂത്രവാക്യമാണ്. വിശ്വാസം ശരിയാകണം, കർമ്മം നന്നാകണം, എങ്കിൽ അവർക്കുള്ളതാണ് സ്വർഗം. അള്ളാഹു ആ സ്വർഗം നൽകി നമ്മൾ അനുഗ്രഹിക്കട്ടെ ഇൻഷാ അല്ലാഹ്. അതിലെ ആദ്യ ഭാഗമാണ് എന്റെ തുടർന്നുള്ള സമയത്ത് ഞാൻ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈമാൻ ശരിയാകണം, അമലുകൾ ശരിയാകണമെന്ന ഭാഗം ഇൻഷാ അല്ലാഹ് ബഹുമാന്യ സുഹൃത്ത് മൂസ സൊലായി സംസാരിക്കും. നമ്മുടെ വിശ്വാസം ശരിയാകണം, നമ്മുടെ ആദർശം ശരിയാകണം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അല്ലാഹു പറയാണ്, വമൻ യഅമൽ മിനസ് സ്വാലിഹാത്തി മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ. ഒരു ആണാകട്ടെ പെണ്ണാകട്ടെ വിശ്വാസിയായിക്കൊണ്ട് ആരെങ്കിലും സൽക്കർമ്മങ്ങൾ ചെയ്താൽ എന്താ നിബന്ധന? വഹുവ മുഅ്മിനുൻ, ഈമാൻ ശരിയാക്കിക്കൊണ്ട്, ആദർശമുള്ളവരായിക്കൊണ്ട്, വിശ്വാസം ശരിയാക്കിക്കൊണ്ട് ആരെങ്കിലും അമൽ ചെയ്താൽ അല്ലാഹ് പറയാണ്, ഫഉലൈക യദ്ഖുലൂനൽ ജന്ന, ഫഉലൈക യദ്ഖുലൂനൽ ജന്ന, അവരാണ് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുക. ആരാ സഹോദരങ്ങളെ സ്വർഗത്തിൽ പോകുക? വിശ്വാസം ശരിയാക്കിക്കൊണ്ട്, അഖീദ ഈമാൻ ഉള്ളവരായിക്കൊണ്ട് അമൽ ചെയ്യുന്നവരാരോ, അവരാണാണെങ്കിലും പെണ്ണാണെങ്കിലും, ഫഉലൈക യദ്ഖുലൂനൽ ജന്ന, അവരാണ് സ്വർഗത്തിൽ പ്രവേശിക്കുക. വലാ യുദ്ലമൂന നഖീറ, അവർ ഒരു തരിമ്പ് പോലും ആക്രമിക്കപ്പെടുകയില്ല, അനീതി കാണിക്കപ്പെടുകയില്ല. അവർ ചെയ്തതിന് ഒരൽപ്പം പോലും നഷ്ടപ്പെടാത്ത കൂലി അല്ലാഹു നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈമാൻ ഇല്ലെങ്കിൽ, വിശ്വാസം ശരിയായില്ലെങ്കിൽ, അഖീദ പിഴച്ചു പോയാൽ എല്ലാം തകർന്നു പോകും, എല്ലാം പൊളിഞ്ഞു പോകും. വിശുദ്ധ ഖുർആൻ എത്ര സ്ഥലത്താണ് ഈ ഉദാഹരണ സഹിതം ഈ കാര്യം നമുക്ക് പഠിപ്പിച്ചു തന്നത്. 2-3 ഉദാഹരണങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യം പറഞ്ഞു. നോക്കൂ, നിങ്ങളൊരു ഉദാഹരണം. ഈമാൻ ശരിയാകാത്തവന്റെ കർമ്മങ്ങൾ വെറുതെയാണ്. അവർ കുറെ നിസ്കരിച്ചു, കുറെ നോമ്പെടുത്തു, കുറെ ദിക്റുകൾ ചൊല്ലി, കുറെ ദാനധർമ്മങ്ങൾ ചെയ്തു, ഒന്നും അല്ലാഹുവിങ്കൽ സ്വീകരിക്കപ്പെടുകയില്ല. ഖുർആൻ പറയുകയാണ് 24-ാം അധ്യായം സൂറത്തുൻ നൂറിലെ 39-ാമത്തെ ആയത്തിൽ ഉദാഹരണ സഹിതം അല്ലാഹ് പറഞ്ഞു, വല്ലദീന കഫറൂ, അവിശ്വസിച്ച ആളുകളില്ലേ, വിശ്വാസം ശരിയാകാത്ത ആളുകളില്ലേ, അഅ്മാലുഹും കസറാബിൻ ബിഖിആ, അവരുടെ കർമ്മങ്ങൾ മരുഭൂമിയിലെ മരീചിക പോലെയാണ്. മരുഭൂമിയിലൂടെ
നടന്നു പോകുന്ന മനുഷ്യന് ദൂരത്തേക്ക് നോക്കുമ്പോൾ അവിടെ ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട് എന്ന് തോന്നും, ഓളം തള്ളുന്നത് പോലെ തോന്നും. പക്ഷേ അവൻ ചെന്ന് ദാഹം കൊണ്ടൊരു മനുഷ്യൻ അവിടെ വെള്ളമാണെന്ന് വിചാരിക്കും. അങ്ങനെ അവിടേക്ക് നടന്ന് അടുത്ത് ചെല്ലുമ്പോ അവിടെ യാതൊന്നും കാണുകയില്ല എന്ന അവസ്ഥയായിരിക്കും. ഇവിടെ ഒരുപാട് കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ വിശ്വാസത്തിൽ മായം കലർന്നു, ഈമാൻ പഴച്ചുപോയി, ശിർക്ക് കലർന്നു വന്നു, കുഫ്ർ കലർന്നു വന്നു. അങ്ങനെയെങ്കിൽ അവന്റെ കർമ്മങ്ങൾ മരുഭൂമിയിലെ മരീചിക പോലെയാണ്. 24-ാം അധ്യായം 39-ാമത്തെ വചനം. 14-ാം അധ്യായം സൂറത്തു ഇബ്രാഹിമിലെ 18-ാമത്തെ ആയത്തിൽ വേറെ ഒരു ഉദാഹരണത്തിലൂടെയാണ് അള്ളാഹ് ആ കാര്യം പറഞ്ഞത്. അള്ളാഹു പറയാണ്, മസലുല്ലദീന കഫറൂ ബിറബ്ബിഹിം, തങ്ങളുടെ റബ്ബിൽ അവിശ്വസിച്ച ആളുകളില്ലേ, വിശ്വാസം ശരിയാകാത്ത ആളുകളില്ലേ, അഅ്മാലുഹും കറമാദിൻ ഇസ്തദ്ദത ബിഹിർരീഹു. എന്നിട്ട് അല്ലാഹ് പറയാ, ഫീ യൗമിൻ ആസിഫ്, ശക്തമായ കാറ്റുള്ള ദിവസം പാറപ്പുറത്ത് കൊണ്ടുപോയി ചാരം ഇട്ടതുപോലെ, വെണ്ണീറിട്ടതുപോലെ, കുറച്ച് പൊടിയെടുത്തിട്ട് നല്ല കാറ്റുള്ള ദിവസം പാറപ്പുറത്ത് കൊണ്ടുപോയിട്ടതുപോലെ ആയിരിക്കും അവരുടെ കർമ്മങ്ങൾ എന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനത്തെ ഒരു ദുരന്തം നമുക്ക് വരാതെ നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ കർമ്മങ്ങൾ പൊളിഞ്ഞു പോകാൻ പാടില്ല. അതിന് നമ്മുടെ വിശ്വാസ കാര്യങ്ങൾ ശരിയാക്കണം. വിശ്വാസ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ 70-ലധികമുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടവ നമ്മൾ അർക്കാനുൽ ഈമാൻ, ഈമാൻ കാര്യങ്ങൾ എന്ന് നമ്മൾ സാധാരണ എണ്ണിപ്പറയുന്ന 6 കാര്യങ്ങളാണ്. റസൂലുള്ളാഹി പറഞ്ഞില്ലേ, അൽ ഈമാനു ബിദ്ഉൻ വസബ്ഊന ശുഅബ, ഈമാൻ 70-ലധികം ശാഖകളുണ്ട്. ഫഅഫ്ളലുഹാ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിലേറ്റവും പ്രധാനം അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല എന്ന വാചകമാണ്. അതിലേറ്റവും താഴ്ന്നത് വഴിയിൽ നിന്ന് ഉപദ്രവം നീക്കം ചെയ്യലാണ്. ലജ്ജയും ഈമാനിന്റെ ഭാഗമാണ്. അപ്പോൾ ഈമാൻ കാര്യങ്ങൾ 70-ലധികമുണ്ട് എന്നർത്ഥം. അതിലേറ്റവും പ്രധാനപ്പെട്ടവ 6 സാധാരണ മദ്രസയിലൊക്കെ നമ്മൾ എണ്ണിപ്പറഞ്ഞ് പഠിപ്പിക്കുന്നത് പോലെ: 1 അള്ളാഹുവിലുള്ള വിശ്വാസം, 2 മലക്കുകളിലുള്ള വിശ്വാസം, 3 വേദഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം, 4 പ്രവാചകന്മാരിലുള്ള വിശ്വാസം, 5 പരലോകത്തിലുള്ള വിശ്വാസം. സഹോദരങ്ങളെ, നാം പറഞ്ഞു വന്നത് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗത്തിന് നാം അർഹരായി തീരണമെങ്കിൽ പ്രധാനമായും നാം ശരിയാക്കേണ്ടത് നമ്മുടെ അഖീദയാണ്, ആദർശമാണ് എന്ന കാര്യമാണ്. ഈമാൻ കാര്യങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ടവ, ഒഴിച്ചുകൂടാൻ പറ്റാത്തവ 6 എന്ന് നാം മനസ്സിലാക്കുകയുണ്ടായി. അള്ളാഹുവിലുള്ള വിശ്വാസവും, മലക്കുകളിലുള്ള വിശ്വാസവും, വേദഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസവും, പ്രവാചകന്മാരിലുള്ള വിശ്വാസവും, പരലോകത്തിലുള്ള വിശ്വാസവും, നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നാണ് എന്ന വിശ്വാസവുമാണ് ആ 6 കാര്യങ്ങൾ. അതിൽ ഒന്നാമത്തേത് മാത്രം എടുത്തു നോക്കുമ്പോൾ അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ പോലും ധാരാളം ആളുകൾക്ക് പിഴച്ചുപോയ, വഴിതെറ്റിയ ഒരവസ്ഥ സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കേണ്ട വിധം മനസ്സിലാക്കാത്തതുകൊണ്ട്, അള്ളാഹുവിന്റെ കാര്യങ്ങളെക്കുറിച്ച്, വിശേഷണങ്ങളെക്കുറിച്ച്, നാമങ്ങളെക്കുറിച്ച്, പ്രത്യേകതകളെക്കുറിച്ച്, കഴിവുകളെക്കുറിച്ച് അറിയാതെ പോയ ഒരു സമൂഹം ഇന്ന് നമ്മുടെ നാടുകളിൽ ഉണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ലോകത്ത് പിഴച്ചുപോയ ഏതേത് കക്ഷികളെ എടുത്തു നോക്കിയാലും അതിൻ്റെയൊക്കെ അടിസ്ഥാനപരമായ കാരണം അവർ അല്ലാഹുവിനെ അറിയേണ്ട വിധം അറിഞ്ഞില്ല എന്നതാണ്. വിശുദ്ധ ഖുർആൻ 3 സ്ഥലത്ത് ആവർത്തിച്ചു പറയുന്ന ആശയമാണ് ഇത്. ഖുർആനിലെ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 74-ൽ അല്ലാഹു പറഞ്ഞു, മാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദരി, അല്ലാഹുവിനെ കുറിച്ച് മനസ്സിലാക്കേണ്ട വിധം അവർ മനസ്സിലാക്കാതെ പോയി. അള്ളാഹുവിനെ കണക്കാക്കേണ്ട വിധം അവർ കണക്കാക്കിയിട്ടില്ല. പിഴച്ചുപോയ ആളുകളെ കുറിച്ച് അള്ളാഹു പറയുകയാണ്. 6-ാം അധ്യായം സൂറത്തുൽ അൻആമിലെ 91-ാമത്തെ ആയത്തിലും
39-ാം അധ്യായം സൂറത്ത് സുമറിലെ 67-ാമത്തെ ആയത്തിലും ഇതേ ആശയം അള്ളാഹ് ആവർത്തിച്ചു പറഞ്ഞു. മനുഷ്യർ പിഴച്ചു പോകാനുള്ള കാരണം അവർ അല്ലാഹുവിനെ അറിയേണ്ട വിധം അറിഞ്ഞിട്ടില്ല എന്നാണ്. സഹോദരങ്ങളെ, നമ്മുടെ അറിവുകളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട അറിവ്, നമ്മുടെ വിശ്വാസ കാര്യങ്ങളിൽ ഏറ്റവും ഒന്നാമത്തേത് അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസവും അവനെ കുറിച്ചുള്ള അറിവുമാണ് എങ്കിൽ നമ്മൾ ഭൗതികമായി നമുക്കറിയാത്തത് ചോദിച്ചു പഠിക്കില്ലേ? നമ്മൾ ഒരു സോപ്പ് വാങ്ങുമ്പോൾ, ഒരു ടൂത്ത് പേസ്റ്റ് വാങ്ങുമ്പോൾ ഏതാ നല്ലത് എന്ന് ചോദിച്ചറിഞ്ഞ് ബോധ്യപ്പെട്ടിട്ടല്ലേ സഹോദരങ്ങളെ നമ്മൾ വാങ്ങാറുള്ളത്? നമ്മുടെ മക്കളെ ചേർക്കാൻ ഒരു സ്ഥാപനം തിരഞ്ഞെടുക്കുമ്പോൾ, ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ, നമുക്ക് ധരിക്കാൻ ഒരു വസ്ത്രം വാങ്ങാൻ പോകുമ്പോൾ, നമുക്ക് അണിയാൻ ഒരു ചെരുപ്പ് വാങ്ങുമ്പോൾ ഏതാണ് നല്ലതെന്ന് ചോദിച്ചറിയുന്നവരല്ലേ പ്രിയമുള്ളവരെ ഞാനും നിങ്ങളും? പിന്നെ എന്തുകൊണ്ടാണ് നമ്മുടെ റബ്ബിനെ അറിയാൻ, നമ്മുടെ റബ്ബിനെ കുറിച്ച് ചോദിച്ച് പഠിക്കാൻ നമ്മൾ തയ്യാറാകാത്തത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, മാലക്കും നിങ്ങൾക്ക് എന്തു പറ്റി? ലാ തർജൂന ലില്ലാഹി വഖാറാ, അല്ലാഹുവിന് യാതൊരു ഗാംഭീര്യവും നിങ്ങൾ നൽകുന്നില്ലേ? നിങ്ങളുടെ റബ്ബിന് ഗാംഭീര്യം നൽകുന്നില്ലേ? വിശുദ്ധ ഖുർആനിന്റെ സൂറത്ത് നൂഹിലെ 13-ാമത്തെ ആയത്താണ്. അതുകൊണ്ട് അല്ലാഹുവിനെ അറിയേണ്ട വിധം നമ്മൾ അറിയണം. അല്ലാഹുവിനെ കുറിച്ചുള്ള അറിവുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അറിവ് അവൻ മാത്രമാണ് ആരാധനക്കർഹൻ എന്ന അറിവാണ്. ഇബാദത്ത് അല്ലാഹുവിന് മാത്രം എന്ന അറിവാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അറിവ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം പറഞ്ഞപ്പോൾ തന്നെ പഠിപ്പിച്ചത് എന്താ? 51-ാം അധ്യായം സൂറത്തുൽ ദാരിയാത്തിലെ 56-ാമത്തെ വചനത്തിൽ അല്ലാഹ് പറയുകയാണ്, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ, മനുഷ്യനെയും ജിന്നുകളെയും നാം സൃഷ്ടിച്ചിട്ടില്ല, ഇല്ലാ ലിയഅ്ബുദൂൻ, എന്നെ മാത്രം ആരാധിച്ച് ജീവിക്കാനല്ലാതെ. അല്ലാഹ് പറയാ സഹോദരങ്ങളെ, മനുഷ്യനെ സൃഷ്ടിച്ചത്, ജിന്നുകളെ സൃഷ്ടിച്ചത് അല്ലാഹുക്ക് ഇബാദത്ത് എടുത്ത് ജീവിക്കാനാ. അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല എന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കാൻ വേണ്ടിയാണ് എന്ന് ഖുർആന്റെ 49-ാം അധ്യായം സൂറത്ത് മുഹമ്മദിലെ 19-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഫഅലം നിങ്ങൾ അറിയണേ, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, കാര്യം അല്ലാഹയല്ലാതെ ആരാധനക്കർഹനില്ല. യഥാർത്ഥത്തിൽ ഈ ലോകത്തേക്ക് കടന്നു വന്ന മുഴുവൻ പ്രവാചകന്മാരും പ്രഥമമായും പ്രധാനമായും പ്രബോധനം ചെയ്ത ദൗത്യം അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന സത്യസന്ദേശമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറയുകയും ചെയ്തു, അഫ്ദലു മാ ഖുൽതു അന വൻ നബിയ്യൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാനും എന്റെ മുമ്പ് വന്ന പ്രവാചകന്മാരും പറഞ്ഞതിൽ ഏറ്റവും ശ്രേഷ്ഠമായ വാചകം അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല എന്ന വാചകമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അല്ലാഹു തന്നെ ഖുർആനിലൂടെ പറഞ്ഞത് എന്താ? വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ, ഞാനല്ലാതെ ഒരു ആരാധ്യനില്ല, എന്നെ മാത്രം നിങ്ങൾ ആരാധിക്കണം എന്ന് പറഞ്ഞിട്ടല്ലാതെ നിനക്ക് മുമ്പ് ഒരു പ്രവാചകനെയും നാം പറഞ്ഞയച്ചിട്ടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറഞ്ഞത് വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് കാണാൻ സാധിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഇബാദത്ത് മുഴുവൻ അല്ലാഹുവിനായിരിക്കണം. ഇബാദത്ത് എന്ന് പറയാൻ പറ്റുന്ന ഏതൊരു അംശമുണ്ടോ അതിൽ പങ്കു ചേരില്ല എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കണം. അത് പ്രാർത്ഥനയാണെങ്കിലും, അത് സഹായതേട്ടമാണെങ്കിലും, അത് സുജൂദാണെങ്കിലും, അത് ഇസ്തിഗാസയാണെങ്കിലും, വ്യത്യസ്ത പേരുകൾ ഇട്ടാലും ഇബാദത്താണോ അത് അല്ലാഹുവിന് മാത്രം കൊടുക്കാൻ നമുക്ക് സാധിക്കണം. പ്രാർത്ഥനയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്ത് എന്നതിൽ തർക്കമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന. മറ്റൊരു ഹദീസിൽ കാണാം, അഫ്ളലുൽ ഇബാദത്തി അദ്ദുആ, ഇബാദത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രമേ ആകാവൂ എന്നതിൽ ഒരു വിശ്വാസിക്ക് തർക്കമുണ്ടാകാൻ പാടില്ല സഹോദരങ്ങളെ. എന്നാൽ പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രം എന്ന പ്രമേയം സാക്ഷാൽ ഇബ്ലീസിന്റെ പ്രമേയമാണ് എന്ന് മലയാളത്തിൽ എഴുതി വെച്ച ആളുകൾ ജീവിക്കുന്ന കാലത്താ നമ്മളുള്ളത്.
എങ്ങനെ? വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് ഉറക്കെ പ്രഖ്യാപിക്കുന്ന സന്ദേശം പ്രാർത്ഥന അള്ളാഹുവിനോടെ ആകാവൂ എന്നതാണെങ്കിൽ അത് ഇബ്ലീസിന്റെ പ്രമേയമാണ് എന്ന്. സഹോദരങ്ങളെ, ഇതൊന്നും വെറുതെ പറയുന്നതല്ല. നോക്ക് നിങ്ങൾ, പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്ന ഒരു വാചകം കണ്ടപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ചോദിച്ചു. നെല്ലിക്കൂത്ത് ഇസ്മായിൽ മുസ്ലിയാരോട് മാളിയേക്കൽ സക്കാഫി ചോദിച്ചപ്പോൾ പറഞ്ഞ കാര്യം പറയാണ്, അവർ അങ്ങനെ തന്നെ പറയണം, കാരണം ഇത് തന്നെയല്ലേ ഇബ്ലീസ് മുമ്പ് പറഞ്ഞത്. ഇത് ഇബ്ലീസിന്റെ പ്രമേയമാണ്. അല്ലാഹുൽ മുസ്തആൻ. സഹോദരങ്ങളെ, ഇത് വിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപനമല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ജിന്നിന്റെ 18-ാമത്തെ ആയത്തിലൂടെ പഠിപ്പിക്കുകയാണ്, വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. വഅന്നൽ മസാജിദ ലില്ലാഹി, പള്ളികൾ അല്ലാഹുവിന്റെ ഭവനങ്ങളാണ്, അല്ലാഹുവിനുള്ളതാണ്. ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, നിങ്ങൾ അല്ലാഹുവിന് പുറമെ ആരെയും വിളിച്ചു പ്രാർത്ഥിക്കരുതേ. ഖുർആൻ പറയാ, നിങ്ങൾ അള്ളാഹുവിന് പുറമെ ആരെയും വിളിച്ച് പ്രാർത്ഥിക്കരുത്. ഒരു വിഭാഗം പറയാ, പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്നത് അത് ഇബ്ലീസിന്റെ പ്രമേയാണ്. നമ്മൾ ഏത് സ്വീകരിക്കണം? സഹോദരങ്ങളെ, സ്നേഹത്തോടെ ഗുണകാംക്ഷയോടെ നമ്മളൊന്ന് മനസ്സിനോട് ചോദിക്ക്. നോക്കൂ നിങ്ങൾ, അതേ സൂറത്തിൽ 20-ാമത്തെ ആയത്തിൽ പ്രവാചകനോട് പ്രഖ്യാപിക്കാൻ പോലും അല്ല പറയുകയാണ്, കുൽ നബിയേ, അങ്ങ് പറയണേ, ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. ഈ ഒരു ആയത്ത് മാത്രം പോരെ ഒരു വിശ്വാസിക്ക് അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കാൻ? നോക്കൂ, അല്ല എന്താ പറഞ്ഞത്? കുൽ നബിയേ, അങ്ങ് പറയണം, ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കുകയുള്ളൂ. വലാ ഉശ്രികു ബിഹി അഹദാ, അവനിൽ യാതൊരാളെയും ഞാൻ പങ്കുചേർക്കുകയില്ല. എന്റെ റബ്ബിനെ അല്ലാതെ ഞാൻ വിളിച്ചു പ്രാർത്ഥിക്കുകയില്ല എന്ന് പറയാൻ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, സഹോദരങ്ങളെ, ഈ പുസ്തകമൊക്കെ വായിച്ചു നോക്കുമ്പോൾ ഇങ്ങനെ ഈ പ്രമേയം അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക എന്നത് ഒരു മുസ്ലിമിന് പറ്റിയ കാര്യമല്ല എന്ന് പോലും പറയുകയാണ്. ഇനി നോക്ക് നിങ്ങൾ, എത്രത്തോളം അവർ പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ഇവരെ എന്തുകൊണ്ട് അകറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മെ അകറ്റി നിർത്താനുള്ള കാരണം പറഞ്ഞു പിടിപ്പിച്ചപ്പോ 1933 ശ്രദ്ധേയമായ 8-ാം പ്രമേയത്തിൽ പറഞ്ഞത് എന്താണെന്നറിയോ? അവരുടെ വലിയ കാര്യമായി പറയാ, മരിച്ചുപോയ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, ഇവരുടെ ദാത്ത് ജാഹ് ഹക്ക് ബർക്കത്ത് എന്നിവ കൊണ്ടുള്ള തവസ്സുൽ, നേരിട്ട് വിളിക്കൽ, അവരോട് സഹായം അപേക്ഷിക്കൽ, ഇതൊക്കെ ചെയ്യാത്തവൻ മുസ്ലിമല്ല. അമ്പിയാക്കളോട്, ഔലിയാക്കളോട് നേരിട്ട് പ്രാർത്ഥിക്കാത്തവൻ, സഹായം തേടാത്തവൻ മുസ്ലിമല്ല എന്ന് എഴുതി വെക്കുകയാണ്. എത്ര ഗൗരവമുണ്ട് സഹോദരങ്ങളെ. എന്നിട്ട് കുറെ അങ്ങ് പോയിട്ട് അവസാനം ചില കാര്യങ്ങൾ അവരെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണെന്നറിയോ? ഈ കാര്യങ്ങൾ അംഗീകരിക്കാത്ത ആളുകളെ കുറിച്ച് പറയാ, അവർ ഖാസി, ഖാലി, ഖതീബ്, ഇമാം എന്നീ സ്ഥാനത്തേക്ക് അർഹരുമല്ല. അല്ലല്ലാത്തവരോട് പ്രാർത്ഥിക്കാത്തവർ ഖാലിയാകാൻ പാടില്ല, ഖതീബാകാൻ പാടില്ല, ഇമാമാകാൻ പാടില്ല എന്ന് എഴുതി വെക്കുന്നവർ ജീവിക്കുന്ന കാലഘട്ടത്തിലാണ് പ്രിയമുള്ളവരെ ഞാനും നിങ്ങളും ജീവിക്കുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ അത് കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യമാണ് പ്രാർത്ഥന അത് അല്ലാഹുവിനോടെ ആകാവൂ എന്നത്. സഹോദരങ്ങളെ, ലോകത്തേക്ക് കടന്നു വന്ന മുഴുവൻ പ്രവാചകന്മാരും പ്രാർത്ഥിച്ചത് ആരോടാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ പ്രാർത്ഥന പഠിപ്പിക്കുന്നുണ്ട്. നൂഹ് നബിയുടെ പ്രാർത്ഥനയുണ്ട്, ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയുണ്ട്, അയ്യൂബ് നബിയുടെ പ്രാർത്ഥനയുണ്ട്, യൂസുഫ് നബിയുടെ പ്രാർത്ഥനയുണ്ട്, യൂനുസ് നബിയുടെ പ്രാർത്ഥനയുണ്ട്, മൂസാ നബിയുടെ പ്രാർത്ഥനയുണ്ട്, ഈസാ നബിയുടെ പ്രാർത്ഥനയുണ്ട്. ലോകത്തേക്ക് കടന്നു വന്ന ഏതെങ്കിലും ഒരു പ്രവാചകൻ അല്ലാഹു അല്ലാത്ത ഏതെങ്കിലും ഒരു വ്യക്തിയോട് പ്രാർത്ഥിച്ചതായി ഖുർആനിലുണ്ടോ? ഉണ്ടോ സഹോദരങ്ങളെ? ഏതെങ്കിലും ഒരു പ്രവാചകൻ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഇല്ല എന്ന് മാത്രല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജീവിതത്തിൽ ഒരാൾ ഉറക്കിൽ നിന്ന് ഉണർന്നത് മുതൽ രാത്രി ഉറങ്ങാൻ കിടക്കുന്നത് വരെ അല്ല, ഇനി ഒരാൾ ഉറക്കിൽ നിന്ന് ഒന്ന് ഞെട്ടി ഉണർന്നാൽ പോലും നടത്തേണ്ട വിവിധങ്ങളായ വ്യത്യസ്തങ്ങളായ പ്രാർത്ഥനകൾ പഠിപ്പിച്ചപ്പോൾ ഏതെങ്കിലും ഒരു പ്രാർത്ഥനയിൽ റബ്ബി, റബ്ബന, അല്ലാഹുമ്മ എന്നല്ലാതെ, അല്ലാഹുവേ, എന്റെ രക്ഷിതാവേ, ഞങ്ങളുടെ നാഥാ എന്ന് വിളിച്ചുകൊണ്ടല്ലാതെ ഒരു പ്രാർത്ഥന വിശ്വാസികളെ നമുക്ക് കാണാൻ കഴിയുമോ?
എന്നാൽ നിങ്ങൾ നോക്ക്, ബദർ മൗലിദില് പറഞ്ഞത് എന്താണെന്നറിയോ? അതിന്റെ വിശദീകരണമായി അവര് പറയുന്നത് കാണാം. ചില വരികൾ വിശദീകരിച്ചുകൊണ്ട് അവര് പറയാണ്, ഏതേത് പ്രശ്നങ്ങളായിരുന്നാലും ശരി, ഐഹികമാകട്ടെ പാരത്രികമാകട്ടെ, ബദരീങ്ങളെ വിളിച്ച് സഹായം തേടിയാൽ തീർച്ചയായും സഹായം ലഭിക്കപ്പെടും. എങ്ങനെ? ദുനിയാവിന്റെ കാര്യമാണെങ്കിലും പരലോകത്തിന്റെ കാര്യമാണെങ്കിലും ബദരീങ്ങളോട് വിളിച്ചു പ്രാർത്ഥിച്ചാൽ, ബദരീങ്ങളോട് സഹായം തേടിയാൽ ഉത്തരം നൽകപ്പെടും. ദുനിയാവും പരലോകമൊക്കെ നമ്മളോട് ചോദിക്കാൻ വേണ്ടി റസൂലുള്ള പഠിപ്പിച്ചത് ആരോട് ചോദിക്കാനാ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും അധികം തവണ നടത്തിയ പ്രാർത്ഥന വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്തുമാണ്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ആതിനാ, നീ ഞങ്ങൾക്ക് നൽകണേ, ഫിദ് ദുനിയാ, ഈ ഇഹലോകത്തെ ഹസനത്തൻ, നല്ലത് തരണേ, ഇഹലോകത്ത് നല്ലത് തരണേ, പരലോകത്തും നല്ലത് തരണേ. അല്ലാഹുവേ, നരകത്തിൽ നിന്ന് കാത്തു രക്ഷിക്കണേ. പ്രാർത്ഥന എന്താ? റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ എന്നാണ്. ഞാൻ വിശദമായി പറയല്ല സഹോദരങ്ങളെ, നിങ്ങൾ ഏത് പ്രാർത്ഥന എടുക്ക്, ഇസ്ലാം പഠിപ്പിച്ചൊരു പ്രാർത്ഥനയാണെങ്കിൽ, ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയാണെങ്കിൽ, അത് അല്ലാഹുവിനോടല്ലാത്തൊരു പ്രാർത്ഥന നമുക്ക് കാണുക സാധ്യമേ അല്ല. അതുകൊണ്ട് നാം ഉറച്ചു വിശ്വസിക്കുന്നു, പ്രാർത്ഥന അത് അല്ലാഹുവിനോട് മാത്രമേ ആകാവൂ. പ്രാർത്ഥനയാകുന്ന സഹായതേട്ടം അത് അല്ലാഹുവിനോട് മാത്രമേ ആകാവൂ. ഞാൻ ഓരോന്ന് വിശദീകരിക്കല്ല. നോക്ക് നിങ്ങൾ, ഇവിടെ ധാരാളം എഴുതി പിടിപ്പിച്ച ഗ്രന്ഥങ്ങൾ ആ വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇത് CM വലിയുള്ള എന്ന ഗ്രന്ഥമാണ്. ഇതിലെ ഹെഡിങ്ങുകൾ വായിച്ചാൽ പോലും നമ്മൾ അത്ഭുതപ്പെടും. ലോകം നിയന്ത്രിക്കുന്നത് അല്ലാഹുവാണ് എന്ന് പറയുന്നിടത്തേക്ക് മനുഷ്യരെങ്ങനെയാണ് വ്യതിചലിക്കപ്പെടുന്നത്? നമ്മെ സൃഷ്ടിച്ച ഖാലിഖായ അല്ലാഹയല്ലേ? നമ്മെ ഉടമപ്പെടുത്തുന്ന മാലിക്കായവൻ അല്ലാഹയല്ലേ? നമുക്ക് ഉപജീവനം നൽകുന്ന റാസിഖായവൻ അല്ലാഹയല്ലേ? നമ്മെ മുഴുവൻ നിയന്ത്രിക്കുന്ന മുദബ്ബിറായവൻ അല്ലാഹയല്ലേ? ആ അള്ളാന്റെ വിശേഷണം അല്ലാഹു അല്ലാത്ത ഏതെങ്കിലും ഒരു വ്യക്തിക്ക്, ഏതെങ്കിലും ഒരു ശക്തിക്ക്, ഏതെങ്കിലും ഒരു പ്രദേശത്തിന് നൽകുക എന്ന് പറഞ്ഞാൽ എത്ര ഗൗരവമുള്ള കാര്യമാണ്. ഈ ലോകം തന്നെയും നിയന്ത്രിക്കുന്നത് അല്ലാഹുവാണ് എന്ന് വിശ്വസിക്കേണ്ട ഒരു മുഅ്മിൻ ഏതെങ്കിലും ഒരു സ്ഥലത്തുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയാണ് എന്ന് പറയുന്നിടത്തേക്ക് വ്യതിചലിച്ചു പോകുന്നുവെങ്കിൽ വിഷയത്തിന്റെ ഗൗരവം എത്രയുണ്ട് സഹോദരങ്ങളെ. ആകാശത്ത് പറന്നുകൊണ്ടിരിക്കുന്ന വിമാനങ്ങൾ നിയന്ത്രിക്കുന്നത് ആ മരിച്ചുപോയ വ്യക്തിയാണ് എന്ന് വിശ്വസിക്കാൻ മാത്രം മനുഷ്യർ പിഴച്ചു പോകുന്നുവെങ്കിൽ ഗൗരവം എത്രയാണ് സഹോദരങ്ങളെ. നാം ഉറച്ചു വിശ്വസിക്കുന്നു, അല്ലാഹുവാണ് റാസിഖ്, അല്ലാഹുവാണ് മാലിക്, അല്ലാഹുവാണ് മുദബ്ബിർ. ഒരു വേള ശിർക്കിൽ അകപ്പെട്ടു പോയ മക്കയിലെ മുശ്രിക്കീങ്ങൾ പോലും ചില കാര്യങ്ങൾ ഇതിലൊക്കെ അംഗീകരിച്ച കാര്യങ്ങളായിരുന്നു. അതിന്റെയും അപ്പുറത്തേക്ക് ഗൗരവമുള്ള വാദഗതികളിലേക്ക് മനുഷ്യർ എത്തപ്പെടുന്നുവെങ്കിൽ ഈ വിഷയം ഗൗരവമായി തന്നെ നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. സഹോദരങ്ങളെ, ശിർക്കിലേക്ക് എത്തുന്ന എല്ലാ കാര്യങ്ങളെയും ഇസ്ലാം തുടച്ചു നീക്കാൻ ആവശ്യപ്പെട്ടു. ഒരു മനുഷ്യന്റെ ദീനിനെ ബാധിക്കുന്ന, അവന്റെ വിശ്വാസത്തെ ബാധിക്കുന്ന, അവന്റെ ആദർശത്തെ ബാധിക്കുന്ന, അവന്റെ തൗഹീദിനെ ബാധിക്കുന്ന ഒന്നും പാടില്ലെന്ന് ഇസ്ലാം നമ്മെ അറിയിച്ചു. എത്രത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന റുഖാ വത്തമാഇമ വത്തിവലത ശിർകുൻ. സഹോദരങ്ങളെ, റസൂലുള്ളാഹി പറയുന്നത് ഇന്ന റുഖ, ഇങ്ങനെ മന്ത്രിച്ചൂതുന്ന ആ കെട്ടുകളും ഊത്തുകളുമില്ലേ, മന്ത്രങ്ങൾ, വത്തമാഇമ, അതുപോലെ തന്നെ സിഹിർ ചെയ്യുമ്പോൾ അതിനുവേണ്ടി തകിടുകളും മറ്റും ഉപയോഗിക്കുന്ന അവസ്ഥകൾ, വത്തിവലത, അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ തെറ്റിക്കാനും മറ്റും സിഹിറിലൂടെ ഉപയോഗപ്പെടുത്തുന്ന വസ്തുക്കൾ, ശിർക്കുൻ, ഒക്കെ ശിർക്കാണ് എന്ന് മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, സ്വഹീഹായ ഒരു ഹദീസിൽ കാണാം, ഉഖബത്ത് ബിനു ആമിർ റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് ഒരു സംഘം വന്നു. 10 അംഗങ്ങളുള്ള ഒരു സംഘം വന്നിട്ട് 9 പേർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈഅത്ത് ചെയ്തു. വഅംസക അൻ വാഹിദിൻ, ഒരാളിൽ നിന്ന് പ്രവാചകൻ വിട്ടുനിന്നു. ഫഖാലു യാ റസൂലല്ലാഹ്, അവർ ചോദിച്ചു, റസൂലേ, ബൈഅത 9 വതറക്ത ഹാദാ, 9 പേർക്കും കൈ കൊടുത്ത് ബൈഅത്ത് ചെയ്ത നിങ്ങൾ ഒരാളെ ഒഴിവാക്കി, ഒരാളെ മാറ്റി നിർത്തിയേ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അലൈഹി തമീമ,
അവന്റെ കയ്യിൽ ഏലസുണ്ട്, അവൻ ഏലസ് കെട്ടിയിട്ടുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയും പ്രവാചകൻ അത് പൊട്ടിച്ചെറിയുകയും ചെയ്തു എന്നും പിന്നീടാണ് ബൈഅത്ത് ചെയ്തത് എന്നും. എന്നിട്ട് റസൂലുള്ളാഹി പറയാണ്, മൻ അല്ലക തമീമതൻ ഫഖദ് അശ്റക, മൻ അല്ലക തമീമ, ആരെങ്കിലും ഏലസ് കെട്ടിയാൽ ഫഖദ് അശ്റക, അവൻ ശിർക്ക് ചെയ്തവനാണ്. എന്റെ സഹോദരങ്ങളെ, കാരണം അള്ളാഹു നിശ്ചയിക്കാത്ത ഒരു വസ്തുവിൽ ഒരു പ്രത്യേക ഗുണം അവൻ പ്രതീക്ഷിക്കുന്നു. ഒരു ദോഷം ഭയപ്പെടാതിരിക്കാൻ, ഒരു ദോഷം വരാതിരിക്കാൻ എന്ന നിലക്ക് അവൻ അത് ബന്ധിച്ചാൽ, ഏലസാകട്ടെ ഐക്കല്ലാകട്ടെ, ആ നിലക്കുള്ള മന്ത്രിച്ചൂതിയ ചരടുകളും നൂലുകളുമാകട്ടെ, അത് മനുഷ്യന്റെ വിശ്വാസത്തെയാണ് ബാധിക്കുന്നത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പാടില്ല എന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. എത്രത്തോളം എന്നോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ വല്ലതിലും ആരെങ്കിലും ബന്ധിച്ചാൽ അവൻ അതിൽ തവക്കുലാക്കിയവനാണ്. തവക്കുൽ ഇബാദത്താണ്, അള്ളാഹുവിന് മാത്രം കൊടുക്കേണ്ട ഇബാദത്താണ് തവക്കുൽ. എങ്കിൽ അവൻ ചരട് കെട്ടുമ്പോൾ, ഈ നിലക്കുള്ള ഏലസും ഐക്കല്ലും പോലുള്ളവ കെട്ടുമ്പോൾ, ബന്ധിക്കുമ്പോൾ അവൻ അതിൽ തവക്കുലാക്കിയവനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള ശിർക്കിലേക്ക് എത്തുന്ന ഒരു കാര്യവും ആ നിലക്ക് അഭൗതികമായൊരു ഗുണം പ്രതീക്ഷിച്ചുകൊണ്ട്, ദോഷത്തെ ഭയന്നുകൊണ്ട് നാം ചെയ്തുകൂടാ. കാരണം നമുക്കെല്ലാം തരുന്നവൻ അല്ലാഹ് മാത്രമാണ്, നമുക്ക് തടയുന്നവൻ അല്ലാഹ് മാത്രമാണ്. വിശ്വാസികളെ, നമ്മുടെ നമസ്കാരം കഴിഞ്ഞപ്പോ നമ്മൾ പറഞ്ഞതെന്താ? അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദ് മിൻകൽ ജദ്ദ്. അല്ലാഹുമ്മ, അല്ലാഹുവേ, ലാ മാനിഅ ലിമാ അഅ്തൈത, നീ തന്നത് തരാൻ ആരുമില്ല റബ്ബേ, നീ തന്നത് തടയാൻ ആരുമില്ല റബ്ബേ, നീ തടഞ്ഞത് തരാനും ആരുമില്ല അല്ലാഹ്. അല്ലാഹ് ഒരു കാര്യം തടഞ്ഞാൽ ആർക്കും വാങ്ങിത്തരാനാകില്ലെന്ന്. അള്ളാഹു ഒരു കാര്യം തരാൻ ഉദ്ദേശിച്ചാൽ ഒരു ശക്തിക്കും വ്യക്തിക്കും തടയാൻ കഴിയില്ല എന്ന് 5 നേരം നമസ്കാര ശേഷം ആത്മാർത്ഥമായി പറഞ്ഞിട്ട് എങ്ങനെയാണ് ആ നിലക്ക് ഒരു വ്യക്തിയിൽ നിന്ന്, ഒരു സ്ഥലത്ത് നിന്ന് നാം ഒരു ഗുണം പ്രതീക്ഷിക്കുക? സഹോദരങ്ങളെ, ഏറ്റവും വലിയ ഉദാഹരണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. പ്രവാചകന്റെ കൂടെ ഖൈബർ യുദ്ധത്തിലേക്ക് പോകുന്ന ഒരു സംഘം സ്വഹാബികൾ മർറ ബിശജറത്തിൻ ലിൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങൾക്കുള്ള ഒരു മരത്തിന്റെ അടിയിലൂടെയാണ് അവർ നടന്നുപോയത്. യുഖാലു ലഹാ ദാതു അൻവാത്, കൊളുത്തിയിടുന്ന മരം, ദാതു അൻവാത് എന്നറിയപ്പെടുന്ന ഒരു മരത്തിന്റെ അരികിലൂടെ അവർ നടന്നു പോവുക. യുഅല്ലിഖൂന അലൈഹാ അസ്ലിഹതഹും, അവർ അവരുടെ ആയുധങ്ങൾ ആ മരത്തിൽ തൂക്കിയിടുമായിരുന്നു. ബഹുദൈവ വിശ്വാസികൾ അവരുടെ ആയുധങ്ങൾ ആ മരത്തിൽ തൂക്കിയിടുമായിരുന്നു. അതിൽ തൂക്കിട്ടെടുത്താല് ഒരു സന്തോഷം, അതിലെന്തോ ഒരു ഇതുണ്ട് എന്നൊരു തോന്നല്. വെറുതെ ആ മരത്തിലൊന്ന് തൂക്കിട്ടാൽ ഒരു റാഹത്ത്. സഹോദരങ്ങളെ, ഫഖാലു, ഈ സ്വഹാബത്ത് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഇജ്അൽ ലനാ ദാത അംവാത് കമാ ലഹും ദാതു അംവാത്, ഞങ്ങൾക്കും ഒരു കൊളുത്തുമരം തരണേ, അവർക്കുള്ളതുപോലെ ആയുധങ്ങൾ കൊളുത്തിയിടാൻ ഒരു മരം നിശ്ചയിച്ചു തരണേ. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി പറഞ്ഞത് എന്താണെന്നറിയോ? അവർ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചിട്ടില്ല, അവർ മരത്തോട് പ്രാർത്ഥിക്കുകയോ സഹായം തേടുകയോ ചെയ്തിട്ടില്ല, ആ മരത്തിന് ദിവ്യത്വം കൽപ്പിച്ചിട്ടില്ല, ആ മരത്തിന് സ്വമതീയത്ത് കൽപ്പിച്ചിട്ടില്ല, മരമാണ് ഞങ്ങളെ രക്ഷിക്കുന്നത് എന്നവർ വിശ്വസിച്ചിട്ടില്ല. പക്ഷേ എന്തോ ഒരു ഗുണം കിട്ടും എന്നൊരു തോന്നലോടെ ഞങ്ങൾക്കൊരു മരം നിശ്ചയിച്ചു തരുമോ എന്ന് ചോദിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സുബ്ഹാനല്ലാഹ്, അത്ഭുതപ്പെടുത്തുന്ന, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ പറയേണ്ട വാചക റസൂലുള്ളാഹി പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു എത്ര പരിശുദ്ധൻ. ഹാദാ കമാ ഖാല ഖൗമു മൂസാ ലിമൂസ അലൈഹിസ്സലാം, മൂസാ നബിയോട് മൂസാ നബിയുടെ ജനത പറഞ്ഞതുപോലെ ആയല്ലോ ഇത്. എന്താ മൂസാ നബിയുടെ ജനത പറഞ്ഞത്? ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ, അവർക്ക് വിഗ്രഹങ്ങൾ ഉള്ളതുപോലെ, ഇലാഹുകൾ ഉള്ളതുപോലെ ഞങ്ങൾക്കും ഇലാഹിനെ നിശ്ചയിച്ചു തരണേ. ആ ബഹുദൈവ വിശ്വാസികൾക്ക് ഇലാഹുകൾ ഉള്ളതുപോലെ ഞങ്ങൾക്കും ഒരു ഇലാഹിനെ നിശ്ചയിച്ചു തരണേ എന്ന് മൂസാ നബിയുടെ ജനത മൂസാ നബിയോട് പറഞ്ഞതുപോലെ ആയിപ്പോയി നിങ്ങളുടെ വാദം എന്ന് മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഞാൻ ദീർഘമായി സംസാരിക്കല്ല, ഞാൻ പറഞ്ഞത് നമ്മുടെ വിശ്വാസം നമ്മൾ ശരിക്കും പരിശോധിക്കണം. ശിർക്കിന്റെ ലെവലേശം പോലും നമ്മുടെ ജീവിതത്തിൽ വരുന്നില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം.
എത്രത്തോളം സഹോദരങ്ങളെ, നമുക്ക് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്തോ ഒരു ജീവിയെ കണ്ടപ്പോ, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കാത്ത രൂപത്തിൽ എന്തോ ഒന്ന് സംഭവിച്ചപ്പോ നമുക്ക് തോന്നുകയാണ് എന്തോ ഒരു അപകടം വരാനുണ്ട്. എന്നിട്ട് നമ്മൾ അതിൽ നിന്ന് തിരിച്ചു പോരുകയാണ്. നമുക്കൊരു ദുഷ്ടഗുണം ചില ദിവസങ്ങൾക്ക്, ചില സ്ഥലങ്ങൾക്ക്, ചില ആഴ്ചകൾക്ക്, ചില മാസങ്ങൾക്ക് നാം കൽപ്പിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് പറഞ്ഞതെന്താ? റസൂലുള്ള പറയുകയാണ്, അത്വീറത്തു ശിർകുൻ, അത്വീറത്തു ശിർകുൻ, അത്വീറത്തു ശിർകുൻ. അങ്ങനെ ശകുനം നോക്കൽ ശിർക്കാണ്, ബഹുദൈവാരാധനയാണ്, അള്ളാഹുവിൽ പങ്കുചേർക്കലാണ്. അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത് എന്തോ ഒന്നിൽ നിന്ന് പ്രതീക്ഷിച്ചു. അത് ശിർക്കിലേക്ക് മനുഷ്യനെ എത്തിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്യുന്നത് പോലും പാടില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. എത്ര ആളുകൾ ബദറിൽ ഷഹീദായ ബദരീങ്ങളുടെ പേരിൽ, മമ്പുറം തങ്ങളുടെ പേരിൽ, വ്യത്യസ്ത ഔലിയാക്കളുടെ ബീവിമാരുടെ പേരിൽ അവരാണ് സത്യം എന്ന് പറയുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഹലഫ ബിഗൈരില്ലാഹ്, അല്ലാഹുവിനെ കൊണ്ടല്ലാതെ ആരെങ്കിലും സത്യം ചെയ്താൽ ഫഖദ് അശ്റക, ഫഖദ് അശ്റക, അവൻ ചെയ്തത് ശിർക്കാണ്, അവൻ ശിർക്ക് ചെയ്തവനാണ്. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. സഹോദരങ്ങൾ, നമ്മളറിയാതെ നമ്മുടെ ജീവിതത്തിലേക്ക് ശിർക്ക് അരിച്ചു കയറി വന്നാൽ നമ്മുടെ ദീൻ പൊളിഞ്ഞു പോകും, നമ്മുടെ കർമ്മങ്ങൾ പൊളിഞ്ഞു പോകും, നമ്മുടെ വിശ്വാസത്തിൽ മായം കലരും. അതില്ല എന്ന് നാം ഓരോരുത്തരും ഉറപ്പുവരുത്തേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വളരെ മുന്നറിയിപ്പായി പഠിപ്പിച്ച ഒരു താക്കീതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ഉമ്മത്ത് മുൻ തലമുറകളെ ചാണിന് ചാണായി മുഴത്തിന് മുഴമായി പിൻപറ്റും. സ്വഹാബികൾ ചോദിച്ചു, ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും വേണോ അങ്ങ് ഉദ്ദേശിച്ചത്? അതേ എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അവരുടെ ഒരു പൊതു സ്വഭാവം എന്താ സഹോദരങ്ങളെ? ജൂതന്മാരുടെ പൊതു സ്വഭാവം എന്താണ്? അവരെ പിൻപറ്റും എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ആ ദുഷിച്ച സ്വഭാവം എന്താണ്? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാരുണ്യത്തിന്റെ തിരുദൂതർ, എല്ലാവർക്കും നന്മ വേണം എന്ന് ആഗ്രഹിച്ച പ്രവാചകൻ, ആർക്കു വേണ്ടിയും കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രവാചകൻ, അവിടുന്ന് മരിക്കുന്നതിന് മുമ്പ് പോലും ആവർത്തിച്ച് പറഞ്ഞത് എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും ശപിച്ചിരിക്കുന്നു, ശപിക്കട്ടെ, നശിപ്പിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് റസൂലുള്ള കാരണം പറഞ്ഞത് എന്താ? ഇത്തഖദു ഖുബൂർ അംബിയാഇഹിം മസാജിദ, ഇത്തഖദു ഖുബൂർ അംബിയാഇഹിം, അവരിലേക്ക് വന്ന പ്രവാചകന്മാരുടെ ഖബറുകളെ അവർ സ്വീകരിച്ചത് മസാജിദ, ആരാധനാലയങ്ങളായിക്കൊണ്ടാണ്. മരിച്ച് മൺമറഞ്ഞു പോയ ആളുകളുടെ ഖബറിടങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആരാധനയുടെ കേന്ദ്രങ്ങളാക്കി മാറ്റി എന്നത് വലിയ ഗൗരവത്തോടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചുവെങ്കിൽ തനിയാവർത്തനം മുസ്ലിം നാമധാരികളിൽ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ കുറെ ആളുകൾ അജ്ഞത കൊണ്ടാകാം, അറിയാത്തത് കൊണ്ടാകാം. അവരോട് സ്നേഹത്തോടെ പറയാനുള്ളത്, നിങ്ങൾ പഠിക്കണം, കാര്യങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ഈ ചെയ്യുന്നതിൽ തെറ്റുണ്ടോ? ഇസ്ലാം എന്താണ് പഠിപ്പിച്ചത്? ഖുർആൻ എന്താണ് പറയുന്നത്? ഹദീസുകൾ എന്താണ് പറയുന്നത്? പഠിക്കണം. തെറ്റ് ബോധ്യപ്പെടുമ്പോൾ അതിൽ നിന്ന് മാറണം. സഹോദരങ്ങളെ, ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഞാൻ അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനിൽ ശിർക്ക് സംഭവിച്ചാൽ വരാനിരിക്കുന്ന കുറെ ദുരന്തങ്ങൾ, കുറെ അപകടങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വരുന്ന കൊടും പാതകമാണ് ശിർക്ക്. എങ്ങനെ? ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ ചെയ്യുന്ന തിന്മകളിൽ ഏറ്റവും ഗൗരവമുള്ള തിന്മ, ഏറ്റവും വലിയ തിന്മ, കൊടും പാതകം, അത് ശിർക്കാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, ലുഖ്മാൻ അലൈഹിസ്സലാം സ്വന്തം മോനെ വിളിച്ച് ഉപദേശിക്കുമ്പോൾ പറഞ്ഞ വാചകമായി ഖുർആൻ പറഞ്ഞത് എന്താ? യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലദുൽമുൻ അലീം. യാ ബുനയ്യ, പൊന്നുമോനെ, ലാ തുശ്രിക് ബില്ലാഹ്, നീ അല്ലാഹുവിൽ പങ്കുചേർക്കല്ലേ. ഇന്ന ശിർക ലദുൽമുൻ അലീം, തീർച്ചയായും അല്ലാഹുവിൽ പങ്കുചേർക്കൽ വമ്പിച്ച അക്രമമാണ്, വലിയ പാപമാണ്. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു പറയാണ്, വമൻ യുശ്രിക് ബില്ലാഹ്,
ആരെങ്കിലും അല്ലാഹുവിൽ പങ്കു ചേർത്താൽ ഫഖദ് ഇഫ്തറാ ഇസ്മൻ അലീമാ, അവൻ കൊടുമ്പാതകം കെട്ടിച്ചമച്ചവനാണ്. ആദ്യം പറഞ്ഞത് ഖുർആനിന്റെ 31-ാം അധ്യായം 13-ാമത്തെ വചനമാണ്. പിന്നീട് പറഞ്ഞത് 4-ാം അധ്യായം സൂറത്തു നിസായിലെ 48-ാമത്തെ ആയത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്നിട്ട് ഒരാൾ ചോദിക്കാണ്, അയ്യു ദംബി അഅ്ലം, അള്ളാന്റെ അടുക്കൽ ഏറ്റവും ഗൗരവമുള്ള പാപമേതാ, അക്ബറുൽ കബായിർ ഏതാ, അയ്യു ദംബി അഅ്ലം. റസൂലുള്ളാഹി പറയുകയാണ്, അശ്ശിർകു ബില്ലാഹ്, അല്ലാഹുവിൽ പങ്കു ചേർക്കലാണ്. അൻത ജഅല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക, നിന്നെ സൃഷ്ടിച്ച അല്ലാഹുവിൽ നീ സമന്മാരെ വെക്കലാണ്. അതാണ് ഏറ്റവും വലിയ പാപം. ഇജ്തനിബു അസ്സബ്അൽ മുബിഖാത്ത്, 7 മഹാപാപങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണേ എന്ന് പറഞ്ഞ പ്രവാചകൻ ഒന്നാമതായി പറയുകയാണ് അശ്ശിർകു, ശിർക്കാണ്. ശിർക്ക് അല്ലാഹുവിൽ പങ്കുചേർക്കലാണ്. അതാണ് ഏറ്റവും വലിയ പാപം. അത് ചെയ്യുന്നവൻ വിദൂരമായ വഴികേടിലാണ്. ഖുർആൻ പറഞ്ഞു സൂറത്തു നിസായിലെ 116-ാമത്തെ ആയത്തിൽ, വമൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ദല്ല ദലാലൻ ബഈദാ, ആരെങ്കിലും അല്ലാഹുവിൽ പങ്കു ചേർത്താൽ അവൻ വഴിദൂരം ബഹുദൂരം വഴികേടിലാണ്, വഴി പിഴച്ചവനാണ്. സഹോദരങ്ങളെ, അല്ലാഹു ഒരിക്കലും പൊറുക്കാത്ത പാപമായി എണ്ണിപ്പറഞ്ഞ പാപം അത് ശിർക്കാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ വമൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഇഫ്തറാ ഇസ്മൻ അലീമാ. ആരെങ്കിലും അല്ലാഹുവിൽ പങ്കു ചേർത്താൽ അത് അല്ലാഹു പുറത്തു തരികയില്ല എന്ന് ഖുർആൻ സൂറത്തു നിസായിലെ 48-ാമത്തെ ആയത്തിൽ പഠിപ്പിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലും വിളിച്ചുകൊണ്ട് അല്ലാഹു പറയാണ്, ലഇൻ അശ്റകത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. ഓ പ്രവാചകരെ, അങ്ങെങ്ങാനും അല്ലാഹുവിൽ പങ്കു ചേർത്താൽ കർമ്മങ്ങളെല്ലാം പൊളിഞ്ഞു പോകും, നഷ്ടക്കാരിൽ പെട്ടുപോവുകയും ചെയ്യും. അല്ലാഹു ആ നഷ്ടക്കാരിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞത് ശിർക്ക് ചെയ്താൽ അവന്റെ കർമ്മങ്ങൾ പൊളിഞ്ഞു പോകും, ഒരിക്കലും പൊറുക്കാത്ത പാപമാകും, വിദൂരമായ വഴികേടിലെത്തും. ഏറ്റവും വലിയ പാപമാണ്. അവന് സ്വർഗം നിഷിദ്ധമാവുകയും നരകം ശാശ്വതമാവുകയും ചെയ്യും. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നഹു മൻ യുശ്രികു ബില്ലാഹ്, അല്ലാഹുവിൽ ആരെങ്കിലും പങ്കു ചേർത്താൽ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, സ്വർഗം അവന്റെ മേൽ നിഷിദ്ധമാണ്. വമഅവാഹുൻ നാർ, അവന്റെ സങ്കേതം നരകമാണ്. വമാലിൽ ളാലിമീന മിൻ അൻസ്വാർ, അക്രമികൾക്ക് സഹായികളെ കണ്ടെത്തുക സാധ്യമല്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അവർക്ക് സ്വർഗം നിഷിദ്ധമാവും. സഹോദരങ്ങളെ, എത്രത്തോളം എന്ന് ചോദിച്ചാൽ അല്ലാഹു പറയാണ്, ശിർക്ക് ചെയ്യുന്ന ആള് ആകാശത്ത് നിന്ന് വീണവനെ പോലെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ആ കാര്യം നമുക്ക് പഠിപ്പിച്ചു തന്നു. സൂറത്തുൽ ഹജ്ജിലെ 22-ാം അധ്യായത്തിലെ 31-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുകയാണ്, വമൻ യുശ്രിക് ബില്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിൽ പങ്കു ചേർത്താൽ ഫകഅന്നമാ ഖറ മിനസ് സമാ, അവൻ ആകാശത്ത് നിന്ന് വീണവനെ പോലെയാണ്. ഫതഖ്തഫുഹു തയ്റു ഔ തഹ്വി ബിഹി റീഹു ഫീ മകാൻ സഹീഖ്, ഒന്നുകിൽ വല്ല പക്ഷികളും അവനെ റാഞ്ചിയിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയിടും, അല്ലെങ്കിൽ കാറ്റ് അവനെ എവിടെയെങ്കിലും തള്ളും എന്ന പോലെയായിരിക്കും. ശിർക്ക് ചെയ്ത ആൾക്ക് പിന്നെ എങ്ങനെ ജീവിക്കണം എന്നറിയില്ല, അവന്റെ കർമ്മങ്ങൾ വെറുതെയാകും, അവന്റെ ജീവിതം തുലഞ്ഞു പോകും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ദീർഘമായി പറയേണ്ട ഒരു വിഷയത്തിന്റെ ഒരല്പഭാഗം സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. നാം വിശ്വാസം ശരിയാക്കുന്നവരായി മാറുക, അഖീദ പിഴക്കുന്നില്ല എന്ന് നാം ഉറപ്പുവരുത്തുക. അതോടൊപ്പം നമ്മുടെ സ്വഭാവം, നമ്മുടെ സംസ്കാരം എല്ലാം നമ്മൾ ശരിയാക്കണം. ഇന്ന് ഈ സമൂഹത്തിൽ വ്യാപകമായി തിന്മകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മക്കളുടെ കാര്യം നമ്മൾ അതീവ ജാഗ്രത കാണിക്കണം. നമ്മുടെ കുടുംബങ്ങളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിക്കണം, മുഹമ്മദുർ റസൂലുള്ളാഹ് പഠിപ്പിക്കണം, ഇസ്ലാമിന്റെ സന്ദേശങ്ങൾ പഠിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. അതിന് പറ്റുന്ന സംഗമങ്ങളിൽ, സമ്മേളനങ്ങളിൽ നമ്മൾ ഉണ്ടാകണം. ഇൻഷാ അല്ലാഹ് ഫെബ്രുവരി 10, 11 ദിവസങ്ങളിൽ വരാനിരിക്കുന്ന യൂത്ത് സമ്മേളനത്തിൽ നമ്മുടെ നാട്ടിലെ മുഴുവൻ യുവാക്കളും എത്തിച്ചേരണം. നമ്മുടെ തൊട്ടടുത്ത് മലപ്പുറത്ത് അയൽ പ്രദേശത്ത് നടക്കുന്ന ആ മഹത്തായ സമ്മേളനത്തിലെ കണ്ണികളാകാൻ നാം ഓരോരുത്തരും പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ
നമ്മുടെ അമലുകളും വിശുദ്ധമായിരിക്കണം. ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തുടർന്ന് ഇവിടെ സൂചിപ്പിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അവനു മാത്രം ഇബാദത്തെടുത്ത് അവന്റെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കുന്ന മുഅ്മിനീങ്ങളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ നീ പുറത്തു തരണം റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.